നമസ്കാരം, വെൽക്കം ടു യൂക്ലിഡ്സ് PSC. ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് സൗരയൂഥം എന്ന ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് SCERT എന്നുള്ള പോയിൻറ്റ്സാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിസിക്സിലെ അളവുകളും യൂണിറ്റ് എന്ന ടോപ്പിക്ക്, താപവും ഊഷ്മാവും എന്ന ടോപ്പിക്കും ഇതിൻ്റെയൊക്കെ ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് അടക്കാം. ആദ്യത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ആദ്യത്തെ പ്രസ്താവന: ചന്ദ്രൻ്റെ നിഴൽഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി അഥവാ കറുത്തവാവ്. ഈ ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. അടുത്തത്: ചന്ദ്രൻ്റെ പ്രകാശിക ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി അഥവാ വെളുത്തുവാവ്. അടുത്തൊരു പ്രസ്താവന: ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ പകുതിയും നിഴൽ ഭാഗത്തിൻ്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ കാണുന്നതാണ് അർദ്ധചന്ദ്രൻ. ഈ പറയുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ഈ ഒരു പ്രസ്താവന പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ചന്ദ്രൻ്റെ നിഴൽ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി അഥവാ കറുത്തവാവ്. ഈ ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ പ്രകാശിക ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി അഥവാ വെളുത്തുവാവ്. ചന്ദ്രൻ്റെ പ്രകാശിക ഭാഗത്തിൻ്റെ പകുതിയും നിഴൽഭാഗത്തിൻ്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ കാണുന്നതാണ് അർദ്ധചന്ദ്രൻ. ചന്ദ്രൻ്റെ പ്രകാശിക ഭാഗത്തിൻ്റെ പകുതിയും നിഴൽ ഭാഗത്തിൻ്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ കാണുന്നതാണ് അർദ്ധചന്ദ്രൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചോദ്യത്തിലുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്തത് ചോദ്യമല്ല, കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ചന്ദ്രൻ്റെ പ്രകാശിക ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ കൂടി വരുന്നു. ഈ കാലയളവാണ് വൃദ്ധി അഥവാ വെളുത്തപക്ഷം എന്ന് പറയുന്നത്. ചന്ദ്രൻ്റെ പ്രകാശിക ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ കൂടി വരുന്നു. ഈ കാലയളവാണ് വൃദ്ധി അഥവാ വെളുത്തപക്ഷം എന്ന് പറയുന്നത്. ഇനി അടുത്തത്: ചന്ദ്രൻ്റെ പ്രകാശിക ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ കുറഞ്ഞു വരുന്നു. ഈ കാലയളവാണ് ക്ഷയം അഥവാ കറുത്ത പക്ഷം എന്ന് പറയുന്നത്. ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രൻ്റെ പ്രകാശിക ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണ് വൃദ്ധിക്ഷയം. അപ്പോൾ ഈ ഒരു 3 പോയിന്റും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കാം. ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രന് 27 ദിവസമാണ് വേണ്ടത്. ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ 365 ദിവസം വേണം. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനുമൊത്ത് സൂര്യന് ചുറ്റും പരിക്രമണ പാതയിൽ വെച്ച് കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും. ഭൂമിക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം കാരണം ചന്ദ്രക്കലകൾ ആവർത്തിച്ചു കാണാൻ ചന്ദ്രന് അതേ പാതയിൽ കുറച്ചുകൂടി നേരം സഞ്ചരിക്കേണ്ടി വരുന്നു. ഇതിന് 2 ദിവസത്തിലധികം സമയം വേണ്ടിവരും. അതുകൊണ്ടാണ് കറുത്തവാവ് മുതൽ അടുത്ത കറുത്തവാവ് വരെ 29.5 ദിവസങ്ങൾ വേണ്ടി വരുന്നത്. ഓക്കെ, ഇതൊരിക്കൽ കൂടി പറയാം. ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രന് 27 ദിവസമാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 27 ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ 365 ദിവസം വേണം. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനുമൊത്ത് സൂര്യന് ചുറ്റും പരിക്രമണ പാതയിൽ കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും. ഭൂമിക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം കാരണം ചന്ദ്രക്കലകൾ ആവർത്തിച്ചു കാണാൻ ചന്ദ്രന് അതേ പാതയിൽ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. ഇതിന് 2 ദിവസത്തിലകം സമയം വേണ്ടിവരും. അതുകൊണ്ടാണ് കറുത്തവാവ് മുതൽ അടുത്ത കറുത്തവാവ് വരെ 29.5 ദിവസങ്ങൾ വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു ചോദ്യമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന: സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. അടുത്തത്: സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വന്നാൽ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നു. അടുത്തത്: ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നത് ചന്ദ്രഗ്രഹണ സമയത്താണ്. അടുത്തൊരു പ്രസ്താവന: ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ഒന്ന് ശരിക്കും മനസ്സിലാക്കി വയ്ക്കുക. ഇത് മാറിപ്പോകും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഇടയിൽ വരുന്നത്
ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രനിടയിൽ വരുമ്പോൾ സൂര്യഗ്രഹണം ഉണ്ടാവും. അതായത് സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വന്നാൽ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നു. അപ്പോൾ ചന്ദ്രഗ്രഹണത്തിൻ്റെ കാര്യം പറയുമ്പോൾ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വന്നു കഴിഞ്ഞാലാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇടയിൽ വരുന്ന ഗ്രഹം ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നത് ചന്ദ്രഗ്രഹണ സമയത്താണ്. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നത് ചന്ദ്രഗ്രഹണ സമയത്താണ്. ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. അപ്പോൾ ഈ പ്രസ്താവനയൊക്കെ ശരിയാണ്. അപ്പോൾ ഇത് ഒന്ന് നോക്കി വയ്ക്കുക. ഇനി കുറച്ച് പോയിന്റ്സ് ഉണ്ട്. സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുമ്പോൾ ഭൂമി ചന്ദ്രൻ്റെ നിഴൽ പാതയിൽ വരും. അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. നിഴൽ പതിക്കുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല. ഇതാണ് സൂര്യഗ്രഹണം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അതുപോലെ പൂർണ്ണ സൂര്യഗ്രഹണം, വലയ സൂര്യഗ്രഹണം, ഭാഗിക സൂര്യഗ്രഹണം, ഇതെല്ലാം വിവിധ രീതിയിലുള്ള ദൃശ്യമാകുന്ന സൂര്യഗ്രഹണങ്ങളാണ്. പൂർണ്ണ സൂര്യഗ്രഹണമുണ്ട്, വലയ സൂര്യഗ്രഹണമുണ്ട്, ഭാഗിക സൂര്യഗ്രഹണമുണ്ട്. ഇനി സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വന്നാൽ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വരുന്നു. ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കുന്നില്ല. ഇതാണ് ചന്ദ്രഗ്രഹണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവുമായി ബന്ധപ്പെട്ടത്. ഇനി അടുത്തത് എന്താ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ആദ്യത്തേത്, ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയത് യൂറി ഗഗാറിനാണ്. 1961 ഏപ്രിൽ 12 യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയത്. സോവിയറ്റ് യൂണിയൻ്റെ വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകത്തിലാണ് യൂറി ഗഗാറിൻ സഞ്ചരിച്ചത്. ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യമായിട്ട് ബഹിരാകാശ യാത്ര നടത്തിയത് യൂറി ഗഗാറിനാണ്. അത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഇനി 1961 ഏപ്രിൽ 12 യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയത്. ഈ ഒരു ഡേറ്റ് മറക്കരുത്, ഈ ഒരു വർഷവും 1961 ഏപ്രിൽ 12. ഓക്കെ, അതുപോലെ തന്നെ വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകത്തിലാണ് യൂറി ഗഗാറിൻ സഞ്ചരിച്ചത്. സോവിയറ്റ് യൂണിയൻ്റെ വോസ്റ്റോക്ക് 1. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തൊരു ചോദ്യം, ഭൂമിയുടെ അടുത്തുള്ള ആകാശഗോളം ഏത്? നമുക്കൊക്കെ അറിയാം, ചന്ദ്രനാണ്. ഭൂമിയുടെ അടുത്തുള്ള ആകാശഗോളം ചന്ദ്രനാണ്. ഭൂമിയുടെ ഉപഗ്രഹമാണല്ലോ ചന്ദ്രൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന എങ്ങനെയാണ്? 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. അടുത്ത പ്രസ്താവന, അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നു. അടുത്തൊരു പ്രസ്താവന, 1957 ഒക്ടോബർ 4 നടന്ന സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെയും 1967 ഒക്ടോബർ 10 നടന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കാണ് ഈ വാരാചരണം നടത്തുന്നത്. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഈ ഒരു വർഷങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്യുന്നത്? സ്പുട്നിക് 1 ആയിട്ടുള്ള ആദ്യ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. 1957 ഒക്ടോബർ 4 അത് വിക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നു. ബഹിരാകാശ വാരം ഒക്ടോബർ 4 മുതൽ 10 വരെ. അതുപോലെ 1967 ഒക്ടോബർ 10 നടന്ന അന്താരാഷ്ട്ര ബഹിരാകാശ ഉടമ്പടി. 1967 ഒക്ടോബർ 10 അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടക്കുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായി നോട്ട് ചെയ്ത് വയ്ക്കുക. അതൊക്കെ ഒരു ചോദ്യമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്നത് ഏത് വർഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1967 ഒക്ടോബർ 10. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ശരിക്കും പോലെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തൊരു ചോദ്യം, താഴെ തന്നിട്ടുള്ള പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഏത്? ഒന്നാമത്തേത്, ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട 1975 വിക്ഷേപിച്ചു. അമേരിക്കയുടെ ആദ്യ ബഹിരാകാശ ഉപഗ്രഹം 1958 വിക്ഷേപിച്ചു. അമേരിക്കയുടെ ആദ്യ ബഹിരാകാശ ഉപഗ്രഹം 1958 വിക്ഷേപിച്ചു. സോവിയറ്റ് യൂണിയൻ ആദ്യമായി ബഹിരാകാശത്തെത്തിച്ച ജീവി ലൈക്ക എന്ന നായയാണ്. 1957 ലൈക്ക എന്ന നായനെ എന്ത് ചെയ്യുന്നത്? ബഹിരാകാശത്തേക്ക് കൊണ്ടുവന്നത്. അതും സോവിയറ്റ് യൂണിയനാണ്. ഇവിടെ ഈ ഒരു വർഷങ്ങളും
പ്രധാനമാണ്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ ബഹിരാകാശത്തെത്തിച്ച ആദ്യ ജീവി ലൈക്ക എന്ന നായയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, കൽപ്പന ചൗള കൊളംബിയ സ്പേസ് ഷട്ടിലുണ്ടായ അപകടത്തെ തുടർന്നാണ് മരണമടഞ്ഞത്. രണ്ടാമത്തെ പ്രസ്താവന, ഇതുവരെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം കഴിച്ചുകൂട്ടിയ വനിത, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്നീ റെക്കോർഡുകൾ സുനിത വില്യംസിനാണ്. ഓക്കെ, ഇതുവരെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം കഴിച്ചുകൂട്ടിയ വനിത, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്നീ 2 റെക്കോർഡുകൾ സുനിത വില്യംസിനാണ്. അപ്പോൾ ഈ 2 പ്രസ്താവനകൾ ശരിയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഒന്നാമത്തെ പ്രസ്താവന, മനുഷ്യൻ ഇന്നേ വരെ കാലുകുത്തിയ ഏക അന്യഗോളം ചന്ദ്രനാണ്. അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്, എഡ്വേർഡ് ആൽഡ്രിൻ എന്നിവർ 1969 ജൂലൈ 21 ആദ്യമായി ചന്ദ്രനിറങ്ങി. അടുത്തൊരു പ്രസ്താവന, അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിലാണ് ഇവർ സഞ്ചരിച്ചത്. അടുത്തൊരു പ്രസ്താവന, മൈക്കിൾ കോളിൻസ് എന്ന സഞ്ചാരിയും വാഹനവും നിയന്ത്രിച്ചുകൊണ്ട് ഈ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ആദ്യത്തെ നമുക്കറിയാം, മനുഷ്യൻ ഇന്നുവരെ കാലുകുത്തിയത് ഏക അന്യഗോളം ചന്ദ്രനാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയ ആൾക്കാരാണ് നീൽ ആംസ്ട്രോങ്, എഡ്വേർഡ് ആൽഡ്രിൻ, അതുപോലെ തന്നെ മൈക്കിൾ കോളിൻസ്. അപ്പോൾ ഇവർ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങുന്നത് 1969 ജൂലൈ 21 ഈ ഒരു വർഷം മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക, ഇതാവശ്യമുണ്ട്. 1969 ജൂലൈ 21 നീൽ ആംസ്ട്രോങ്, എഡ്വേർഡ് ആൽഡ്രിൻ, മൈക്കിൾ കോളിൻസ് എന്നിവർ എന്ത് ചെയ്യുന്നത്? ചന്ദ്രനിൽ ഇറങ്ങുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിലാണ് ഇവർ സഞ്ചരിച്ചത്. അപ്പോളോ 11. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ വാർഷിക ദിനമായി ജൂലൈ 21 ചാന്ദ്രദിനമായി ആചരിക്കുന്നു. ആദ്യ ചാന്ദ്രയാത്രയ്ക്ക് ശേഷം വീണ്ടും 5 തവണ മനുഷ്യൻ ചന്ദ്രനിൽ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജൂലൈ 21 നോട്ട് ചെയ്ത് വയ്ക്കുക, ചാന്ദ്രദിനമാണ്. അപ്പോൾ ജൂലൈ 21 ചാന്ദ്രദിനം. ആദ്യ ചാന്ദ്രയാത്രയ്ക്ക് ശേഷം വീണ്ടും 5 തവണ മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തൊരു ചോദ്യം, ശരിയായ ജോഡികളേത്? ഇന്ത്യ ISRO, യൂറോപ്പ് ESA, USA നാസ, ജപ്പാൻ്റെ JAXA. അപ്പോൾ എല്ലാം ശരിയാണ് ഇവിടെ. അപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO, യൂറോപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ESA, അതുപോലെ തന്നെ USA ആണെങ്കിൽ നാസ, ജപ്പാൻ്റെ ആണെന്നുണ്ടെങ്കിൽ JAXA. ഇനി അതുപോലെ റഷ്യയുടെ ഉണ്ട്, RSA എന്ന് പറയും. റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് RSA. ചൈനയുടെ CNSA, ചൈനയുടെ ബഹിരാകാശ ഏജൻസിയാണ് CNSA. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഉപഗ്രഹ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? വാർത്താവിനിമയത്തിന് നാം ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റുകൾ. രണ്ടാമത്തെ പ്രസ്താവന, ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവയാണ് IRS ഉപഗ്രഹങ്ങൾ. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി നാം ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് എഡ്യൂസാറ്റ്. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. വാർത്താവിനിമയത്തിന് നാം ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റുകൾ. ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് IRS ആണ്. IRS ഉപഗ്രഹങ്ങളാണ്. വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി നാം ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. അപ്പോൾ ഈ ഒരു പ്രസ്താവനകളൊക്കെ നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ വലിപ്പം ആൽഫ സെഞ്ചുറിക്കുണ്ട്. അടുത്തൊരു പ്രസ്താവന, ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് ആൽഫ സെഞ്ചുറി. അടുത്ത പ്രസ്താവന, 13 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിപ്പം സൂര്യനുണ്ട്. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ. അടുത്തത്, 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം ഭൂമിക്കുണ്ട്. ഭൂമിയിൽ നിന്ന് 3.84 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഒന്നുകൂടി പറയാം, 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിപ്പം ആൽഫ സെഞ്ചുറിക്കുണ്ട്. ആൽഫ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രമാണ്.
സൂര്യൻ കഴിഞ്ഞ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വേറൊരു നക്ഷത്രമാണ് ആൽഫ സെഞ്ചുറി. അപ്പോൾ 16 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട് ആൽഫ സെഞ്ചുറിക്ക്. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ്. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഒരു ആൽഫ സെഞ്ചുറി എന്ന നക്ഷത്രം ഉള്ളത്. ഇനി അടുത്ത് സൂര്യനാണ്. 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിപ്പമുള്ളതാണ് സൂര്യൻ. 13 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിപ്പമുള്ളതാണ് സൂര്യൻ. അതുപോലെ 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യനുള്ളത്. ഭൂമിയിൽ നിന്നും 15 കോടി കിലോമീറ്റർ അകലെ. ഇനി ചന്ദ്രൻ്റെ കാര്യം പറയുമ്പോൾ 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം ഭൂമിക്കുണ്ട്. 50 ചന്ദ്രൻ, 50 ലക്ഷം ഒന്നുമില്ല, 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം ഭൂമിക്കുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.84 ലക്ഷം കിലോമീറ്ററാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ പുതിയ CRTക്കകത്ത് ചിത്രങ്ങൾ സഹിതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഉണ്ടാക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്നും ഒരു കാരണവശാലും മിസ് ചെയ്യരുത്, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണപ്പെടുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ. ഡിസംബർ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണപ്പെടുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ. അപ്പോൾ ഡിസംബർ മാസത്തിലാണ്, കിഴക്കൻ ചക്രവാളത്തിലാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, വേട്ടക്കാരനാണ്. അതുപോലെ തന്നെ ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓരിയോണിൻ്റെ പേരാണ് നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് സംഭവം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആദ്യത്തെ പ്രസ്താവന, ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണ് സപ്തർഷികൾ. യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും ഇവയ്ക്ക് പേരുണ്ട്. അടുത്തൊരു പ്രസ്താവന, അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമാണ് ഇവ കാണുന്നത്. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായാണ് ഇവ കാണുന്നത്. ഇവിടെ 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന എങ്ങനെയായിരുന്നു? ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണ് സപ്തർഷികൾ. അപ്പോൾ സപ്തർഷികളെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും പറയുന്നുണ്ട്. അതുപോലെ അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു ബിഗ് ഡിപ്പർ അല്ലെങ്കിൽ സപ്തർഷികൾ. ഓക്കെ. അതുപോലെ 7 നക്ഷത്രങ്ങൾ വ്യക്തമായി കാണാവുന്നതിലാണ് ഈ ഒരു കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന് പേര് വന്നത്. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും പേര് നൽകിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലൊരു പോയിന്റാണ്, പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകൾ ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന ഒരു നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ. വേട്ടക്കാരൻ്റെ വാളും തലയും ചേർന്ന് വരയ്ക്കുന്ന രേഖ ചെന്നെത്തുന്നത് ധ്രുവ നക്ഷത്രത്തിലാണ്. ഡിസംബർ മാസത്തിൽ സന്ധ്യയ്ക്കു ശേഷം തലയ്ക്ക് മുകളിൽ കാണാം. ഇതിൻ്റെ വലതു ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രമാണ് തിരുവാതിര. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കശ്യപിയെ കാണാം. അതൊരു വേറെ നക്ഷത്രമാണ് കശ്യപി. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത, വലതു ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്ന് കാണപ്പെടുന്ന നക്ഷത്രമാണ് തിരുവാതിര. ഇതൊരു ക്വസ്റ്റ്യനായിട്ട് ഒരു പ്രിലിംസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന ഈ ഒരു ചുവപ്പില്ലേ, ഇതാണ് തിരുവാതിര എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നുകൂടി വായിക്കാം. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകൾ ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന ഒരു നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ. വേട്ടക്കാരൻ്റെ വാളും തലയും ചേർന്ന് വരയ്ക്കുന്ന രേഖ ചെന്നെത്തുന്നത് ധ്രുവ നക്ഷത്രത്തിലാണ്. ഡിസംബർ മാസത്തിൽ സന്ധ്യയ്ക്കു ശേഷം തലയ്ക്ക് മുകളിൽ ഇവയെ കാണാൻ പറ്റും. ഇതിൻ്റെ വലതു ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്ന് കാണപ്പെടുന്ന നക്ഷത്രമാണ് തിരുവാതിര. അതുപോലെ തന്നെ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസത്തിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് എന്ത് ചെയ്യാം? കശ്യപിയെ കാണാം. കശ്യപി വേറൊരു നക്ഷത്രഗണമാണ്. അടുത്തൊരു പോയിന്റ് ഇങ്ങനെയാണ്, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തലയ്ക്ക് മുകളിൽ അല്പം മാത്രം തെക്കുമാറി കാണുന്ന ശോഭയുള്ള ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ് വൃശ്ചികം എന്ന് പറയുന്നത്. ചിത്രത്തിൽ ഇവയെ ക്രമമായി യോജിപ്പിച്ചിരിക്കുന്ന ആകാശത്തെ ഈ കൂറ്റൻ തേൾ രൂപമാണ് വൃശ്ചികം. ഇതുപോലെ 12 മാസങ്ങളുടെയും പേരിൽ ഓരോ നക്ഷത്രക്കൂട്ടങ്ങൾ ആകാശത്ത് സങ്കല്പിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വൃശ്ചികം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നക്ഷത്രം കാണുന്നുണ്ട്, അത് തേളിൻ്റെ ആകൃതിയിലാണുള്ളത്.
ഇനി അടുത്തൊരു ചോദ്യം, ചന്ദ്രനെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു. ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. അടുത്തൊരു പ്രസ്താവന, സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശമായി നാം കാണുന്നത്. എല്ലാ പ്രസ്താവനയും ശരിയാണ്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശമായിട്ട് നമ്മൾ കാണുന്നത്. അതത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും ഈ ഒരു സൗരയൂഥം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എല്ലാതും കൂടിയിട്ട് ഒരു ക്ലാസ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് വളരെ ബോറായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടണം തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.